ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ ഹദീസുണ്ട്, വഅന ഹായിലുൻ, എനിക്ക് മെൻസസ് ഉള്ള സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ കൂടെ മാത്രമേ ഭക്ഷണം കഴിക്കൂ, എൻ്റെ കൂടെ എല്ലാ പണികളിലും സഹായിക്കും. ഞാൻ ഭക്ഷണം കഴിക്കാൻ വെള്ളം കുടിക്കാൻ ഉപയോഗിച്ച പാത്രം അതേ സ്ഥലം നോക്കി നബി തങ്ങൾ വെള്ളം കുടിക്കും. അങ്ങനെ നബി തങ്ങൾ കെയർ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഇതൊക്കെയാണ് ദീന്. ആ ദീന്, ആ നനവുള്ള സ്നേഹമുള്ള ഐക്യമുള്ള കുടുംബത്തെ മനസ്സിലാക്കുന്ന ദീനുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ നല്ല മക്കളായി മാറും, ഈമാനുള്ള മക്കളായി മാറും. അല്ലാതെ കെട്ടിയൊക്കെ ഒരു നിലയും വിലയും കൊടുക്കാതെ ഓളെ പൊരണ്ടുള്ളിൽ ഒരു വേലക്കാരിയാക്കി നമ്മുടെ മക്കളും നന്നാകൂല, സമാധാനം കിട്ടൂല, വയസ്സാങ്കാലത്ത് നമുക്ക് ഹാപ്പി ഉണ്ടാകൂല. അത് പ്രത്യേകം മനസ്സിലാക്കി നമ്മുടെ ഉമ്മാനെ ഉപ്പാനെയൊക്കെ പൊന്നുപോലെ സംരക്ഷിച്ച് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത് നമ്മുടെ കൂടെ കൂടിയ ജീവിതത്തിന്റെ നല്ല കാലം ഏറ്റവും അധികം നമുക്ക് വേണ്ടി ഉമ്മയും വാപ്പയും കഴിഞ്ഞാൽ കഠിനാധ്വാനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ ഏറ്റവും സ്നേഹവും സമാധാനവും സമ്മാനങ്ങളും സർപ്രൈസുകളും യാത്രകളും ഒക്കെയായി അവർക്ക് ആവശ്യമുള്ള ആഗ്രഹങ്ങളൊക്കെ കൂടെ നിന്ന് സ്നേഹത്തോടെയുള്ള ഒരു ജീവിതമായിരിക്കണം. അപ്പൊ നമ്മുടെ മക്കൾക്ക് ഉമ്മാനെ വില ഉണ്ടാവും. നമുക്കൊരു വിലയില്ല, നമ്മൾ വീട്ടിലേക്കാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഒരു വില ഉണ്ടാവില്ല ഉമ്മാന്. അത് പ്രത്യേകം മനസ്സിലാക്കി സ്നേഹത്തോടെ ആയിരിക്കണം. സ്വന്തം ഭർത്താവിന്റെ കുറ്റം മക്കളോട് പറയാത്ത, സ്വന്തം ഭാര്യയെ പറ്റി മക്കളോട് മോശം പറയാത്ത, ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്നാണ്, സ്നേഹത്തിലാണ് എന്ന് മക്കൾക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കുടുംബ ജീവിതമാണെങ്കിൽ നമ്മുടെ മക്കളിൽ തർബിയത്ത് വരുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതൊക്കെ നമ്മൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. നല്ലൊരു സ്നേഹ ജീവിതം, കുറഞ്ഞ കാലയുള്ളൂ. ആ ജീവിതം അടിയുണ്ടാക്കി കലഹമുണ്ടാക്കി പോകാതെ പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഇതൊരു ആണാണ്, ഇയാളാണ് എനിക്ക് കഷ്ടപ്പെടുന്നത്, ഇതൊരു പെണ്ണാണ്, ഓളാണ് എൻ്റെ എല്ലാ ത്യാഗവും, എനിക്ക് വേണ്ടി പ്രസവിച്ചതും ഭക്ഷണം ഉണ്ടാക്കിയതും അമ്മാനെ നോക്കിയതും എല്ലാം ഇവളാണ്, അതുകൊണ്ട് ഇവൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഈ ബോധമാണ് എൻ്റെ കൽബിലുണ്ടെങ്കിൽ പരസ്പരം മനസ്സിലാക്കാനും ചെറിയ ചെറിയ തെറ്റുകളൊക്കെ പോർക്കാനും. നബി തങ്ങൾ പറഞ്ഞു തന്നെ, നിങ്ങളുടെ ഭാര്യമാരെ സൃഷ്ടിച്ചത് വളഞ്ഞ വാരിയല്ലോ കൊണ്ടാണ്. നിങ്ങൾ മുറുക്കി പൊട്ടിക്കാൻ നിൽക്കണ്ട, ഒടിക്കാൻ നിൽക്കണ്ട, മൈൻഡ് ചെയ്യാതെ വിടണ്ട. അവരോട് സുന്ദരമായിട്ട് അവരോട് പെരുമാറിയാ മതി എന്ന് പുണ്യ നബി തങ്ങൾ പറഞ്ഞ ഹദീസൊക്കെ മുറുകെ പിടിച്ച് ഒരു വാല്യൂ, ഒരു പരിഗണന അവരുടെ വാക്കുകൾക്ക്, അവരുടെ ആഗ്രഹങ്ങൾക്ക്, സ്വപ്നങ്ങൾക്കൊക്കെ നിറം പകരുന്ന നല്ല ഭർത്താവായി മാറി അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. ഭർത്താവിനോടുള്ള കടമകൾ ഞാൻ നേരത്തെ വിശദമായിട്ട് ഉമ്മമാരോട് പറഞ്ഞു. ഇത് രണ്ടും മനസ്സിലാക്കി ദീനി കൾച്ചറിൽ നമ്മുടെ മക്കളെയും വളർത്തിയെടുത്താൽ മാഷാ അള്ളാഹ് നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമാകും.